ഈ 100 രൂപ ഡെയിലി കൊടുക്കുന്നുണ്ടോ? എല്ലാ ദിവസവും ഇങ്ങോട്ട് വരണമെന്ന് അറിയാനാ. വേണ്ട, നടന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. മേൽവിലാസം തന്നെ അങ്ങോട്ട് അയച്ചുതരാം. വളരെ ഉപകാരം. മേൽവിലാസം NP അംബുജാക്ഷൻ, മലയാള നോവലിസ്റ്റ്, അംബുജ് ടൈലേഴ്സ്, ടെമ്പിൾ റോഡ്, തായങ്കരി. നോവലിസ്റ്റാണോ? അതെ, നോവൽ എഴുതാത്ത സമയത്ത് ടൈലറാണ്. എന്റെ ഫസ്റ്റ് വർക്ക് ചിറകുടിഞ്ഞ കിനാവുകൾ. ഒരു കോപ്പി തരട്ടെ? അയ്യേ, വേണ്ട വേണ്ട. എന്താ, പുസ്തകം അലർജിയാണോ? ഒരു നോവലിസ്റ്റായി താൻ 100 രൂപയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചത് കഷ്ടമായിപ്പോയി. യഥാർത്ഥ കലാകാരൻ എന്നും പട്ടിണിക്കാരനാ. എന്നെ ഇന്ന് നിങ്ങൾ അംഗീകരിക്കില്ല, നാളെ ഞാൻ മരിച്ചു കഴിയുമ്പോ അനുശോചന സമ്മേളനം, പ്രതിമ ഉണ്ടാക്കൽ, അതൊക്കെ പോട്ടെ. ആ 100 രൂപ കിട്ടിയാൽ എനിക്കങ്ങ് പോകായിരുന്നു. ഇതെന്താ നോട്ടടിക്കുന്ന പ്രസ്സോ? താൻ ചെല്ലി. ഇവിടെ ആർക്കും രൂപയൊന്നും കൊടുക്കുന്നില്ല. അപ്പൊ ആളുകൾ പറഞ്ഞതോ? എനിക്ക് പറഞ്ഞോട് പോയി വാങ്ങിക്കേ. അല്ല, ഒരു 100 രൂപ കിട്ടിയാൽ. ഒന്ന് സ്ഥലം വിടറോ. ദേ, എടോ പോടോ എന്നൊന്നും വിളിക്കണ്ട, ഞാനൊരു മലയാള നോവലിസ്റ്റാണ്. കൈ ചൂണ്ടി സംസാരിക്കുന്നു. ഒന്ന് പോടോ ആളെ. എന്തിനാ സാർ? ഇയാളൊരു ശല്യക്കാരനാ, പോരാത്ത നോവലിസ്റ്റും. കുഴപ്പമില്ല, കയറി വരണം മിസ്റ്റർ. എന്റെ നോവല് വായിച്ച ആളായിരിക്കും. നമസ്കാരം, ഞാൻ NP അംബുജാക്ഷൻ, മലയാള നോവലിസ്റ്റ്. 100 രൂപ വേണം അല്ലേ? അങ്ങനെ കേട്ടു. 200 ആയാലും കുഴപ്പമില്ല. വരൂ, തരാം. വരൂ. നല്ല വീട്. നിനക്ക് രൂപ വേണോ അല്ലടാ? സാർ, രൂപ വേണ്ട, എനിക്ക് നോവൽ എഴുതാൻ നേരായി. ഞാൻ പോട്ടെ. നിന്നോട് ആരാടാ നോവൽ എഴുതാൻ പറഞ്ഞു? ആരും പറഞ്ഞതല്ല, അറിയാതെ എഴുതി പോയതാണ്. ഇനി നീ നോവൽ എഴുതൂ. അവിടുന്ന് പറയുന്നത് പോലെ ചെയ്യാം. ഞാൻ പോട്ടെ. സൂക്ഷിച്ചു നോക്കിയേ. എന്തോന്ന്? ഈ മുഖം വല്ലപിടിയുണ്ടോ? സാറ് ഹിന്ദി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? കൊള്ളക്കാരനായിട്ട് കണ്ടതുപോലെ തോന്നുന്നു. എടാ അംബുജാക്ഷ, അത് തന്നെയല്ലേ നിന്റെ പേരിപ്പോഴും? നിന്റെ പഴയ കുട്ടിശങ്കരനാടാ ഞാൻ. ശംഖു, നീയോ? ഭഗവാനെ, ഞാൻ സ്വപ്നം കാണുകയാണോ? എന്റെ പൊന്ന് ശംഖു, എനിക്കൊരു പിടിയും കിട്ടിയില്ല, എന്നോട് ക്ഷമിക്ക്. നീയായിരുന്നു ബോംബെക്കാരൻ ലക്ഷപ്രഭു? നീയായിരുന്നു ഈ മാളിക വിലക്ക് വാങ്ങിച്ചത്? എടാ, നമ്മൾ ഒന്നിച്ച് കളിച്ചു വളർന്നവരല്ലേ. നിനക്ക് എന്നെ മനസ്സിലായി, എനിക്ക് നിന്നെ മനസ്സിലായില്ല. പണത്തിന്റെ കൂടെ നിന്റെ സൗന്ദര്യവും വർദ്ധിച്ചു, അതുകൊണ്ടല്ലേ എനിക്ക് പിടികിട്ടാച്ചത്. നീ പഴയ അംബുജാക്ഷൻ തന്നെയാണ്, പക്ഷേ ഞാൻ പഴയ കുട്ടിശങ്കരനല്ല. ശങ്കർദാസ്, കോടീശ്വരനായ ശങ്കർദാസ്. മനസ്സിലായോ? ഞാൻ പണ്ടത്തെ കുട്ടിശങ്കരനാണെന്ന് ഈ നാട്ടിൽ അറിയാവുന്ന ഒരേ ഒരാൾ ഇപ്പൊ നീ മാത്രം. എന്ന് വെച്ചാൽ നീ മാത്രമേ അറിയാൻ പാടുള്ളൂ എന്നർത്ഥം.